ബാക്കി വന്ന ചോറ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, അതുപോലെ തന്നെ 1/2 കപ്പ് സ്വീറ്റ് കോൺ അല്ലെങ്കിൽ ചോളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പച്ചക്കറികളൊക്കെ ചോപ്പറിലിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾ പെറുക്കി കളയാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ മിക്സറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ മട്ടയരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ചോറാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിന് പാകത്തിന് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്തിട്ടുണ്ട്. ചാട്ട് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ബൈൻഡിങ്ങിനായിട്ട് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം. ബൈൻഡിങ്ങിനായിട്ട് കടലപ്പൊടി തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡോ അല്ല റവയോ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് വരുമ്പോൾ കൂട്ട് ഒരുപാട് ലിക്വിഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ പൊടി ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇത് പാകത്തിനാവാത്തതുകൊണ്ട് കുറച്ചും കൂടെ പൊടി ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ആവശ്യത്തിന് പൊടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ചോറിൻ്റെ പറ്റൊക്കെ അനുസരിച്ച് പൊടിയുടെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിലൊരല്പം വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയോ ആക്കിയിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ബാക്കി വന്ന ചോറൊക്കെ വരുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ കളയാറാണ് പതിവ്. അതിന് പകരം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു 4 മണി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.